ഇതിനെത്രയാ പൈസ? വെറുതെ ഞാനവിടെ പോയിട്ട് ഇതിന് നാണം കെട്ടിച്ച് പിന്നെ മേടിക്കാണ്ട് വരാൻ കഴിയാ. അല്ല പാടെ പോയി എത്രയാ പൈസ? നമ്മൾ പോയിട്ട് പിന്നെ നാണക്കേടല്ലേ ആള് കാണുമ്പോ 100 നാരങ്ങ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു തന്നാന്ന് സാധനം വിചാരിച്ചിട്ട് പോയി. പൈസയായി ഭയങ്കര പൈസയാണ്. അതാണെങ്കിൽ നല്ലതാണെങ്കിൽ സാറില്ല. പിന്നെ അപ്പത്തിപ്പുറത്തെല്ലാം വീടുണ്ട് അവര് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പൊ വാങ്ങാണ്ട് വരുന്നത് എന്താണ് സാധനങ്ങളാണ് പൈസ ഇല്ലായിട്ട് നമ്മളെ കുറവാക്കൂലേ? കുട്ടികളില്ലേ ഇപ്പൊ വീട്ടില് അതുകൊണ്ട് മേടിച്ചാണ്. വരുകയും ചെയ്തിട്ട് നാരങ്ങ 100 നെല്ലിക്ക 100 അങ്ങനെ കേൾക്കുന്നുള്ളൂ. ഇത് ഒന്നും ഇത്ര പോരാ. അതെ ഒന്നുകൊണ്ട് വാങ്ങി പോയിട്ട് മടങ്ങി വരാൻ കഴിയാ. അതുകൊണ്ട് മേടിച്ചു. ഇതിന് 50 ഉറുപ്പ്യ മോളെ. പീടികയിലെല്ലാം 35 ഉറുപ്പ്യേ ഉള്ളൂ. പിന്നെ എന്റെ പെണ്ണ് വന്നിട്ട് പൈനാപ്പിൾ വേണം എന്നിട്ട് മേടിക്കുമ്പോ കളഞ്ഞ 2 കഷ്ണം ഉണ്ടാവും. കൈകൂടെ പോയി അതല്ലേ മുത്ത് കളഞ്ഞ് ഇപ്പത്തെ മുത്ത് കളഞ്ഞ തോലും കളയുമ്പോഴത്തേക്കില് ഒന്നുമില്ല. പൈസയേ ഉള്ളൂ പിള്ളേർക്കൊരു ഇതല്ലേ. അവർക്ക് പൈസേന്റെ ചിന്തിക്കുന്നുണ്ട് അവര്. ഇല്ല തിന്നാൻ കിട്ടണം എന്നല്ലാണ്ട് കാണുന്ന സാധനം മേടിച്ചു. ഞാൻ അങ്ങനെ വന്നിട്ട് ഇനി പാട്ട് നിർത്തിട്ട് കലമ്പ് കിട്ടും. വീട് ഇപ്പൊ പോയില്ലാടാ. നാരങ്ങാണെങ്കില് അനപ്പൊരി ഉണ്ടല്ലോ. നാരങ്ങ ഞാൻ പോയിക്കഴിഞ്ഞു. ഒരു ഗുണവും വേണമില്ല നാരങ്ങ. പണം പോരാ. ഇത് കുറച്ച് വാങ്ങിട്ടു ഞാൻ. പൈസ കൊണ്ട് ഇങ്ങോട്ടന്നെ വിട്ടു. ബാക്കി രസമില്ലല്ലോ കാണേ. ബാക്കി വാങ്ങിട്ട് വാടിപ്പോയി. ഓരോരാളും ഞെക്കി ഞെക്കിയാടെ വെച്ച് വെക്കും. പോയ അവസ്ഥക്ക് വാങ്ങാണ്ട് വരുമ്പോ നമുക്കൊരു വാങ്ങിയതാണ് ഞാൻ. ആരും ഇല്ലാത്ത സ്ഥലത്താണ് സാരല്ല. അപ്പുറം ഇപ്പറെല്ലാം വീട് അവരെന്നാപ്പാ പോയിട്ട് അപ്പൊ വണ്ടിയും പിടിച്ച് വെച്ചിട്ട് ഒന്ന് വീണിക്കാണ്ട് പോകുന്ന നടക്കണല്ലേ. പൈസ ഇല്ലായിട്ടാണ് ഞാൻ പിന്നെ പോവാ. പൈസ എത്ര ഒരു സാധനം എടുത്തുടനെ കൈകടച്ചില്ലേ. ഞാനിവിടെ കുട്ടിയൊക്കെ കൊടുക്കട്ടെ. കുട്ടിയെ കുട്ടിയൊക്കെ കൊടുക്കട്ടെ. പിള്ളേർക്ക് കൊടുക്കണ്ടല്ലേ?